ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അന്വേഷണം നടത്തുന്നത് കേരള പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘമാണ്. അതും കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് രഹസ്യ സ്വഭാവത്തോടെ ഇതിനോടകം പലതവണ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ 2 അംഗ ബെഞ്ചിന് കൈമാറിയിട്ടുണ്ട്. അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ച കോടതി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിർദ്ദേശിച്ചത്. അന്വേഷണ കാലാവധി നീട്ടി നൽകി. അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചു. ജാമ്യാപേക്ഷയിൽ സിംഗിൾ ബെഞ്ച് നടത്തിയ പരാമർശം വിവാദമായതൊഴിച്ചാൽ കേസ് പരിശോധിക്കുന്ന 2 അംഗ ഡിവിഷൻ ബെഞ്ച് അഥവാ ദേവസ്വം ബെഞ്ച് അന്വേഷണത്തെ അംഗീകരിക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ആകെ ബോധ്യം. ഇത്രയും പറയാനൊരു കാരണമുണ്ട്. ഇതേ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തെ തുടക്കത്തിൽ അംഗീകരിക്കില്ലെന്ന് നിലപാടെടുത്തവരാണ് പ്രതിപക്ഷം, നിയമസഭയ്ക്ക് അകത്തും പുറത്തും. കേസന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പുതിയ ചില വെളിപ്പെടുത്തലുകൾ മൊഴികളായി വരുന്നുണ്ട്. അന്താരാഷ്ട്ര മാനം വരെ ചമയ്ക്കാവുന്നവ. പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നു. അവയും വിട്ടുകളയാതെ അന്വേഷിക്കുകയാണ് കേരള പോലീസിൻ്റെ ഈ പ്രത്യേക അന്വേഷണ സംഘം. പ്രതികൾക്ക് ജാമ്യം നേടി പുറത്തു വരാനാവാത്ത വിധം പഴുതടച്ച അന്വേഷണം. ഇതിനിടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കള്ളപ്രചാരണവും നടന്നു. മുഖ്യമന്ത്രിയെയും പ്രതി പോറ്റിയെയും ചേർത്തുവെച്ച് നിർമ്മിച്ച വ്യാജ ചിത്രം, അത് പ്രചരിപ്പിച്ചവരിൽ പ്രധാനിയായ കോൺഗ്രസ് നേതാവിന് പിടിവീണു. മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിയുടെയും മുൻ ദേവസ്വം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രശാന്തിൻ്റെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യലായി ചിത്രീകരിക്കാനും പ്രതിയാക്കാനുമുള്ള വ്യഗ്രതയും കാണുമ്പോൾ ചില മുൻകാല അനുഭവങ്ങൾ ആരും ഓർത്തുപോകും. 2020 സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദ കാലത്ത് മന്ത്രിയായിരുന്ന KT ജലീലിനെ മൊഴിയെടുക്കാനായി ED വിളിപ്പിച്ചതിനെ മാധ്യമങ്ങൾ ആഘോഷിച്ചത് ഓർമ്മയില്ലേ? മൊഴിയെടുപ്പ് ചോദ്യം ചെയ്യലായി, ജലീൽ പ്രതിയായി, ജലീലിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് എല്ലാം തീരുമാനമായി എന്ന തരത്തിലൊക്കെ എന്തൊക്കെ വിധിയെഴുത്താണ് അന്നുണ്ടായത്. അതേ KT ജലീലാണ് ബംഗളൂരുവിലെ യലഹങ്കയിൽ പോയി കോൺഗ്രസ് സർക്കാരിൻ്റെ നെറികേടിനെതിരെ ഇരയായ പാവപ്പെട്ടവർക്കൊപ്പം നിന്ന് ഇന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. കടകംപള്ളിയുടെ കാര്യത്തിലേക്ക് വരാം. അദ്ദേഹത്തിനെതിരെ ആരോപണമുന്നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസ് കൊടുത്തു. സതീശൻ അവകാശപ്പെട്ട ആ തെളിവുണ്ടല്ലോ, ആ തെളിവ് നാളിതുവരെ പൊതുസമൂഹത്തെ അറിയിക്കാനോ കോടതിയിൽ കൊടുക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഊഹാപോഹത്തിനും വിവാദത്തിനുമപ്പുറം ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടണം.